നമുക്ക് ഏവർക്കും അറിയാം കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വസ്തുത എന്തെന്ന് പറഞ്ഞാൽ ഈ പേര് തന്നെ അതിനകത്തുണ്ടല്ലേ സാറേ. 60 ദിവസം കൊണ്ടൊരു യോദ്ധാവിനെ പോലെ ഇതിനു വേണ്ടിയിട്ടങ്ങ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കേറ്ററ്റ് ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ BEdന്റെ അല്ല DELന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ലല്ലേ സാറേ. അപ്പോൾ ഒരു അധ്യാപകൻ ആ ഒരു സിലബസിന് കീറി മുറിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ 60 ദിവസം കൊണ്ട് സമഗ്രമായിട്ട് തീരുന്ന ഒരു രീതിയിലാണ്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ നാസിം സാറും ഉണ്ട്. കേറ്ററ്റിൽ വലിയൊരു വിജയം നേടിയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കേറ്ററ്റിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇത്തവണ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിലേക്കാളും നല്ലൊരു റിസൾട്ടാണ് എൻട്രിക്ക് കിട്ടിയിരിക്കുന്നത്. പാസ്സായവരോടും ഇനി പാസ്സാവാൻ പോകുന്നവരോടും സാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യമായി കേറ്ററ്റ് കാറ്റഗറി 1, 2, 3, 4 ഈ ലാസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എന്നാൽ 1 മാർക്കിനും 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ പോയവരുണ്ട്. അവർക്ക് ഇനി വരുന്ന കേറ്ററ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സുസജ്ജമായ ഒരു വലിയ പ്രോഗ്രാം എൻട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വസ്തുത എന്തെന്ന് പറഞ്ഞാൽ അത് ക്വാളിഫിക്കേഷനെ ക്വാളിഫൈഡ് ആക്കുന്ന ഒരു എക്സാമാണ്. എന്താണ് ക്വാളിഫിക്കേഷനെ ക്വാളിഫൈഡ് ആക്കുന്നത്? കാരണം BSc DEld ഉണ്ട് എങ്കിലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ അയോഗ്യനാണ്. അപ്പം അതിന് ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടെങ്കിലും അയോഗ്യനാണ്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആക്കുന്ന ഒരു എക്സാമാണ് കേറ്ററ്റ് എക്സാമിനേഷൻ. അപ്പോൾ ആ കേറ്ററ്റ് എക്സാമിനേഷന് വേണ്ടി കേരളത്തിൽ ഇന്നേ വരെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും ചെയ്യാത്ത തരത്തിലുള്ള സമഗ്രമായ ക്രിയാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻട്രി ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കേട്ടു. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്ന് പറഞ്ഞു സാറേ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ബാച്ച് ഓൾറെഡി ഇവരിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പേര് യോധ 1.0 എന്നുള്ളതാണ്. യോധയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കേറ്ററ്റ് ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ BEdന്റെ അല്ല DELന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ലല്ലേ സാറേ. അപ്പോൾ ഒരു അധ്യാപകനായില്ല തീർച്ചയായിട്ടും. BEdോ DELഡോ കഴിഞ്ഞാൽ അധ്യാപകനായിട്ടില്ല. കേറ്ററ്റ് സെറ്റ് പോലുള്ള എക്സാമുകൾ ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ ക്വാളിഫൈഡ് ആവാനായിട്ട് ഇനി കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ 3rd സെമ്മിലും 4th സെമ്മിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ യോധ 1 എന്ന് പറയുന്ന ഒരു കോഴ്സിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കേറ്ററ്റ് 1, 2, 3, 4 കാറ്റഗറികളിൽ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സബ്ജക്റ്റുകളിലും ഉള്ള കോഴ്സ് ഇപ്പോൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും സ്ട്രെച്ചഡ് ആയിട്ടുള്ളൊരു പുതിയ കോഴ്സായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതാണ് യോധ. യെസ്, അതാണ് യോധ 01. എന്തെല്ലാമായിരിക്കും സാറേ യോധ 1ന്റെ പ്രത്യേകതകൾ? സാറ് ആദ്യമായിട്ട് തന്നെ പറയുന്നു, നമ്മളിവിടെ സിലബസിനെ സാധാരണഗതിയിൽ ഈ വരുന്ന LP UPക്ക് നിലവിലുള്ള കുട്ടികൾക്ക് കൊടുത്തതുപോലെ സിലബസിനെ കീറി മുറിക്കുകയാണ്. അതായത് ഒരു മൊഡ്യൂളിന്റെ ഏതൊക്കെ പോർഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ അതിനെല്ലാം ഡിവിഷൻ ചെയ്ത് അവിടെയും സബ് ഡിവിഷൻസ് കൊടുത്തിട്ട് എല്ലാ മേഖലകളിലേക്കും പൂർണ്ണമായി നമ്മുടെ നോട്ടം, നമ്മുടെ പരീക്ഷണം, നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ പരീക്ഷകൾ എത്തുക എന്ന തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ ഒരു വലിയ നിര നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയും. മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇതില് പല അധ്യാപകരും എന്ന് പറയുന്നത് ഫെയിം ആയിട്ടുള്ള അധ്യാപകരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി നമുക്ക് അറിയാൻ കഴിയുന്ന അധ്യാപകരാണ്. അത്രയും ഫെയിം ആയിട്ടുള്ള അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് ഒരു ക്വാളിഫിക്കേഷൻ എക്സാമിനേഷന്റെ കാറ്റഗറികളുടെ സ്ട്രക്ചർ തയ്യാറാക്കുക എന്ന് പറയുന്നത് ഉദ്യോഗജനകമായ ഒരു കാര്യമായിരുന്നു. അത് എൻട്രി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അതൊന്ന് റണ്ണിങ് ആയാൽ മതി. അതിനുവേണ്ടിയാണ് നമ്മൾ കേറ്ററ്റ് യോധ 1.0 എന്ന ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ LP UP എക്സാമിനൊക്കെ കൊടുക്കുന്ന അതേ ടീമിനെയും അത്രയും പ്രയോറിറ്റിയോടുകൂടിയാണ് കേറ്ററ്റ് എക്സാമിന് യോധ. യെസ്, അപ്പോൾ അത്രയും പ്രാധാന്യത്തോടുകൂടിയാണ് യോധ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇത് സാറ് പറഞ്ഞ പോലെ ആ ഒരു സിലബസിന് കീറി മുറിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ 60 ദിവസം കൊണ്ട് സമഗ്രമായിട്ട് തീരുന്ന ഒരു രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇനി മുമ്പോട്ടുള്ള വീഡിയോകളിൽ യൂട്യൂബിലൂടെയാണ് നമ്മൾ സൈക്കോളജിയുടെ സിലബസ് അല്ലേ, നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സിലബസ് ഡിസ്കഷൻ ആദ്യം കൊണ്ടുവരും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ വരും. പിന്നെ നമ്മുടെ ഈ മുഴുവൻ സിലബസും 60 ദിവസം കൊണ്ട് സമഗ്രമായി തീരുന്ന രീതിയിൽ അതുകൂടാതെ ലൈവ് സെഷൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പ്രത്യേകിച്ച് സാറ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും പാസ്സായ കുട്ടികൾ കൂടുതൽ ഷെയർ ചെയ്ത സംഭവമാണ് ക്ലാസ്സിനപ്പുറത്തേക്ക് ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാനും അതുപോലെ ക്വിസ്, മോക്ക് ടെക്സ്റ്റ്, നമ്മുടെ ഈ 2.5 മണിക്കൂർ തന്നെ സമയം കേറ്ററ്റ് എക്സാമിന് പോലെ അത്ര സമയം തന്നെയുള്ള എക്സാംസ് എൻട്രി എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ നമ്മൾ ഓരോ 20 ദിവസം കഴിയുമ്പോൾ നമുക്കുള്ളൊരു പേരാണ്
എക്സാമിനേഷൻ ആണ് എൻട്രിയുടെ ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ആപ്പിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് റാങ്ക് കിട്ടുന്നവരും അതുപോലെ യെസ്. അപ്പൊ ആദ്യ ഭാഗമായിട്ട് തന്നെ KTT യോധയിൽ നമ്മൾ ആദ്യമേ സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തൊട്ട് പോകുന്നത് PYQ ഡിസ്കഷനിലേക്കാണ്. കാരണം കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് KTT നടത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും എടുക്കുക എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കൊരു പഠനമാണ്. അത് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രത്തോളം ഇമ്മൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അവൈലബിൾ ആയിട്ട് കൊണ്ടുവരുന്നത്. ആ ക്വസ്റ്റ്യൻ ബേസിൽ, അതായത് ഇപ്പം പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിൽ നിന്ന് 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 ഏരിയയും നമ്മൾ അങ്ങ് കവർ ചെയ്യണം. ഈ 10 ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ആ ഏരിയയെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 60 ദിവസം കൊണ്ട്, നിങ്ങൾ പറയുക, പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, 60 ദിവസം കൊണ്ട് മുഴുവൻ ക്ലാസ്സുകളും അവൈലബിൾ ആക്കി PYQ ഡിസ്കസ് ചെയ്ത് പിന്നീടുള്ള ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നിങ്ങൾക്ക് മുഴുവനും റിഫ്രഷ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോകുന്നു. അതാണ് യോദ്ധ എന്ന് പറയുന്നത്. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ കർമ്മനിരതൻ എന്നുകൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിലേക്കുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ പേര് തന്നെ അതിനകത്തുണ്ടല്ലേ സാറേ, 60 ദിവസം കൊണ്ടൊരു യോദ്ധാവിനെ പോലെ ഇതിനു വേണ്ടിയിട്ട് അങ്ങ് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഇത്ര സാധനം ഇവിടെ കിട്ടും. ഈ എൻട്രിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ച് തരാണ്. ഉപയോഗിക്കേണ്ട നിങ്ങളാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് അത് പ്രയോജനപ്പെടുത്തുക. ഏറ്റവും നല്ല രീതിയിൽ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന KTT എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആവാനായിട്ട് പറ്റും. ഈ എൻട്രിയുടെ ടീം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ സിലബസിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അവരോട് സിലബസിനെ കുറിച്ച്, അല്ലെ, സൈക്കോളജി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും കാണാം, അല്ലേ സാറേ? എല്ലാവർക്കും താങ്ക് യു.